40 വയസ്സ് കഴിഞ്ഞാൽ തന്നെ പല പുരുഷന്മാർക്കും ലൈംഗിക പ്രശ്നങ്ങൾ തുടങ്ങിയായി. ഇത് പലരും പുറത്തു പറയാൻ മടിക്കും, പലരും ഇതൊരു അസുഖമായിട്ട് മനസ്സിലാക്കുന്നില്ല. പക്ഷെ ഇതിന് വേറൊരു വലിയ പ്രശ്നം കൂടെയാണ്. ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന പുരുഷ ലൈംഗിക പ്രശ്നം സത്യത്തിൽ ഹാർട്ട് അറ്റാക്കിന്റെ ഒരു മുന്നോടിയായിട്ട് പലപ്പോഴും മാറാറ്. ഇത് ആർക്കാ അറിയാം? ഇതിന്റെ കാരണം എന്താണെന്നറിയോ? ഈ പറയുന്ന ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന ലൈംഗിക പ്രശ്നവും ഹാർട്ടിന്റെ ബ്ലോക്കിന്റെ അസുഖവും സത്യത്തിൽ ഒരേ അസുഖമാണ്. ഇതിന് ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ അതിറോസ്ക്ലിറോസിസ് എന്ന് പറയും, രക്തക്കൊഴലിലെ ബ്ലോക്ക്. ഇതേ രക്തക്കൊഴലിലെ ബ്ലോക്ക് തന്നെയാണ് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. പഠനങ്ങളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ എന്ന് പറയുന്ന പുരുഷ ലൈംഗിക പ്രശ്നമുള്ളവർക്ക് 5 വർഷം കൊണ്ട് ഹൃദയത്തിൽ ബ്ലോക്ക് വരാനുള്ള സാധ്യത 75% കൂടുതൽ. തുടക്കത്തിൽ തന്നെ ഇത് ചികിത്സിക്കുകയാണെങ്കിൽ ഈ ഹാർട്ടിന്റെ റിസ്ക് നമുക്ക് 60% കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. നമ്മളിൽ പലരും വിചാരിക്കുക ലൈംഗിക പ്രശ്നം ഒരു ഹോർമോൺ പ്രശ്നമാണ്. അല്ല, ഇത് പലപ്പോഴും ഒരു രക്തോട്ടത്തിന്റെ പ്രശ്നമാണ്. പല ആളുകൾക്കും ഹാർട്ടിൽ ബ്ലോക്ക് വരുന്ന പോലെ തന്നെ ബ്ലോക്ക് വന്നത് കൊണ്ടാണ് ലൈംഗിക പ്രശ്നം വരുന്നത്. ഇനി 2 ഡാറ്റ ഞാൻ പറഞ്ഞുതരാം. അതിൽ ഒരു ഡാറ്റ ഒരു റൂളാണ്, 40-40 നിയമം എന്നാണ് പറയാം. എന്ന് വെച്ചാൽ 40 വയസ്സിന് മുകളിലുള്ള 40% പുരുഷന്മാർക്ക് ലൈംഗിക പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നുള്ള. രണ്ടാമത്തെ ഡാറ്റ എന്താണെന്ന് വെച്ചാൽ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ള ഒരു പുരുഷൻ ഓരോ വർഷം അത് ചികിത്സിക്കാൻ വൈകിക്കുന്നത് കാരണം ഓരോ വർഷവും 15% ഹാർട്ട് അറ്റാക്ക് റിസ്ക് കൂടി വരികയാണ്. അതുപോലെ തന്നെ പ്രമേഹ രോഗം ഇതൊരു വലിയ കാരണമാണ്. ഷുഗർ കൺട്രോളില്ലാത്തൊരു വ്യക്തിക്ക് പെട്ടെന്ന് തന്നെ ലൈംഗിക പ്രശ്നങ്ങൾ തുടങ്ങും. 50%-ലധികം ഡയബറ്റീസ് പേഷ്യൻസിനും വളരെ വൈകാതെ ലൈംഗിക പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. ഇനി ഇതിന് എന്താണ് ചെയ്യുക? ഷുഗറോ പ്രഷറോ കൊളസ്ട്രോളോ ഒക്കെ ഉള്ള വ്യക്തികളാണെങ്കിൽ അതിന് കൃത്യമായിട്ട് ചികിത്സ എടുക്കുന്നത് വഴി ലൈംഗിക പ്രശ്നങ്ങളെ തടയാൻ വേണ്ടിയിട്ട് സാധിക്കും. പക്ഷെ പെട്ടെന്ന് തന്നെ ചികിത്സ എടുക്കും. പ്രത്യേകിച്ച് പ്രമേഹമൊക്കെ തുടക്കകാലത്ത് തന്നെ ചികിത്സ എടുത്തിട്ടില്ലെങ്കിൽ വലിയ അബദ്ധമാണ്. അതുപോലെ തന്നെ രക്തോട്ടം മൂലമാണോ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉള്ളത് എന്ന് കണ്ടെത്താനുള്ള ടെസ്റ്റുകളുണ്ട്. ടെസ്റ്റിലൂടെ അത് കണ്ടെത്തി കഴിഞ്ഞാൽ ചികിത്സിച്ച് മാറ്റാനും പറ്റും. തുടക്കത്തിൽ തന്നെ കണ്ടെത്തുകയാണെങ്കിൽ മരുന്ന് വഴി തന്നെ ഇത് ഒരുപാട് നമുക്ക് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് പുരുഷ ലൈംഗിക പ്രശ്നമുള്ള ഒരു വ്യക്തി ഇടയ്ക്കെങ്കിലും ഹാർട്ടിന്റെ ഒരു ബ്ലോക്ക് നോക്കുന്ന TMT ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലത്.